ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളെ പേര് മുഹമ്മദ് റാഫി എന്നല്ലേ? അതെ, മുഹമ്മദ് റാഫി. നിങ്ങൾ KNMന്റെ പ്രവർത്തകനല്ലേ? അതെ. ഞാന് നിങ്ങളെ വിളിക്കാൻ കാരണം ഉം. ഞാനൊരു വിസ്റ്റം പ്രവർത്തകനാണ്. അപ്പൊ ചില സംശയങ്ങൾ നിങ്ങളോട് തീർക്കാനുള്ളതുകൊണ്ട് വിളിച്ചതാണ്. നിങ്ങള് പിന്നെ നിങ്ങളുടെ നേതാക്കന്മാരായ അനസ് മൗലവി, ഹനീഫ് കാഫി ഒക്കെ പറയുന്നത് ഞങ്ങളുടെ അഖീദയിൽ പേവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ വോയിസുകളൊക്കെ ഞാൻ ഒട്ടനവധി കേട്ടിട്ടുണ്ട്. നിങ്ങളാണെന്ന് സംശയിക്കുന്ന വോയിസുകൾ ഞങ്ങളുടെ അഖീദയിൽ പേവ് പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഞങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. ആ വെല്ലുവിളി നിങ്ങൾക്ക് സ്വീകരിച്ചൂടെ? നിങ്ങളുടെ കേരള ജമിയത്തുൽ ഉലമയുടെ കത്ത് തരാൻ ഞങ്ങളുടെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടു. ആ കത്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങളെ അഖീദയിൽ പേവുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് എത്തിച്ചു തന്നിട്ട് പിന്നെ സംവാദത്തിലേക്ക് അല്ല, ഞാൻ കാര്യങ്ങൾ പറയട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞ മറുപടി. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങളുടെ വാദം, ഞങ്ങളുടെ അഖീദ പേച്ചതാണെന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കത്ത് ഞങ്ങൾക്ക് തരാത്തത്, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് കൊടുക്കാത്തത്? നിങ്ങളതിന് ആളുകളെ എങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞോ. ഞങ്ങൾ പറയുന്നത്, കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ പറയുന്നത് വിഷ്ടത്തിന്റെ അഖീദ പിഴച്ചതാണെന്നാ. അവർ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നാ. അവർ മുഫസ്സിരീങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകൾ ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ടെന്നാ. എന്ന് ഞങ്ങൾ തെളിയിച്ചു തരാൻ നിങ്ങളൊന്ന് ഇരിക്കാനാണ് ഞങ്ങൾ പറഞ്ഞത്. വിഷ്ടത്തിന്റെ പണ്ഡിതന്മാർ, കേരള നദുവത്തുൽ മുജാഹിദീന്റെ, കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്ക് മുന്നിൽ ഒന്ന് വന്നിരുന്ന് ഒരു 2 മണിക്കൂർ സമയം ചെലവാക്കാനാ പറഞ്ഞത്. അതെ, നിങ്ങളുടെ അഖീദയിൽ പിഴവ് ഞങ്ങൾ കാണിച്ചു തരാൻ. അത് നിങ്ങൾ എന്താ ചെയ്തത്? കേരള ജമിയത്തുൽ ഉലമന്റെ ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അതെ അല്ലേ? അതെ, ഉലമന്റെ ലെറ്റർ തന്നാലേ സംവാദം നടക്കുള്ളൂ. സംവാദത്തിന് ഞങ്ങളുടെ ഡിമാൻഡ് അതാണ്. അത് നിങ്ങൾക്ക് തരാനെന്താ മടി? പിന്നെ ഒരു മിനിറ്റ് കേരള ജമിയത്തുൽ ഉലമയുടെ കത്ത് എന്ന് പറഞ്ഞാല് അങ്ങ് ഉഗാണ്ടയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ അങ്ങ് ലോകത്തിന്റെ അതിർത്തിയിൽ നിന്നും കൊണ്ടുവരേണ്ട സാധനമല്ലല്ലോ ഇത്. നിങ്ങൾക്ക് തരുന്നുണ്ടോ? ഉഗാണ്ടിന്ന് കൊണ്ടുവന്നതും പ്രശ്നം ഉണ്ടായിരുന്നില്ല, അങ്ങ് അതിർത്തിന്ന് കൊണ്ടുവന്നതും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ കേരള ജമിയത്തുൽ ഉലമന്റേതായത് കൊണ്ടാണ് പ്രശ്നം. എന്താ പ്രശ്നം? കേരള ജമിയത്തുൽ ഉലമന്റെ ലെറ്റർ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് കേരള ജമിയത്തുൽ ഉലമന്റെ ലെറ്റർ തന്നെ വേണോ? തീർച്ചയായിട്ടും, അതാണല്ലോ ഞങ്ങളെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടത്. ഒരു വിസ്റ്റം പ്രവർത്തകനല്ലേ? അതെ, നിങ്ങൾ വിസ്റ്റത്തിന്റെ ഒരു പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആസ്ഥാനായ ജാമിയ ഹിന്ദിൽ പോയിട്ട് നിങ്ങൾ പറയാം, നമുക്ക് കേരള ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്റർ നമുക്ക് ഇവിടുന്ന് കൊടുക്കുക. എന്നാൽ ഒരു ചിലപ്പോ ഒരു ലെറ്റർ തന്നോളൂ. അതൊന്ന് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിച്ചൂടെ? ഞങ്ങൾക്ക് ആവശ്യം ജമിയത്തുൽ ഉലമന്റെ ലെറ്ററാണ്. അത് ഞങ്ങൾക്ക് പിന്നെ നിങ്ങൾ തരിക തന്നെ വേണം. അതാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ അഖീദയിൽ പേവുണ്ടെങ്കിൽ ആ പേവ് തിരിച്ചു തരാൻ നിങ്ങൾ തയ്യാറാണ്. ഒരു മിനിറ്റ് ഞങ്ങളുടെ അഖീദയിൽ പേവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുമെങ്കിൽ, അതിന് നിങ്ങൾക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ലെറ്റർ തന്നൂടാ? നിങ്ങളുടെ അഖീദയിൽ പിഴവുണ്ട് എന്ന് പറയണത് ഞങ്ങളാണ്. അതെ, ഞങ്ങളാണ് പറയണത്.
നിങ്ങളുടെ അഖീദയിൽ പിഴവുണ്ട് എന്ന് പറയണത് ഞങ്ങളാണ്. നിങ്ങൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്നത് ഞങ്ങളാണ്. മുജാഹിദീന്റെ പണ്ഡിതന്മാരും പ്രവർത്തകരുമാണ്. ഒരു മിനിറ്റ് ആൾക്കല്ലേ ഞാൻ പറഞ്ഞു, നിങ്ങൾ വൺ വേ മാത്രമാക്കല്. ഞാൻ പറഞ്ഞ കേൾക്കി അല്ല, ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞു വിട്ടുപോയൊരു സംഗതിയും കൂടി ഉണ്ട്. നിങ്ങളാണ് വെല്ലുവിളിച്ചതും പേവുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവത്തിന് വെല്ലുവിളിച്ചത്. ഞാൻ പറഞ്ഞ കേൾക്കി. നിങ്ങൾ പറഞ്ഞോട്ട് എത്ര സുഹൃത്തെ. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഖുർആനിൽ കരിഞ്ചന്ത നടത്തി ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ച് മുഫസ്സിരീങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞ് ശിർക്കൻ വിശ്വാസം സമൂഹത്തെ പ്രചരിപ്പിക്കുന്നവരാണ് എന്ന് നിങ്ങളെ കുറിച്ച് പറഞ്ഞത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിതരും പ്രവർത്തകരുമാണ്. അതെ, അതാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അത് തെളിയിച്ച് തരാൻ നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ. ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വിസ്ഡംകാരാ, നീ പോയിട്ട് നിന്റെ ആസ്ഥാന മന്ദിരത്തിൽ പോയിട്ട് വിസ്ഡത്തിന്റെ ഒരു ലെറ്റർ പേരിൽ ഒരു അപേക്ഷ തരൂ. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ ഞങ്ങളുടെ അഖീദ പിഴച്ചതാണ് എന്ന് തെളിയിക്കാൻ KNM-ന്റെ പണ്ഡിതന്മാരുമായി ചർച്ച നടത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു ലെറ്റർ നിങ്ങൾ അവിടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഇത് സഹോദര ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത് ഈ ആരോപണം ഞങ്ങളെ കുറിച്ചിട്ടാണ് എങ്കിൽ കേരള നദുവത്തുൽ മുജാഹിദീന്റെ അഖീദ പിഴച്ചതാണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ച് നിങ്ങൾക്കറിയാലോ. കഴിഞ്ഞ സമ്മേളനത്തിൽ അനസ് മൗലവിയെ കുറിച്ച് വിശ്വത്തിന്റെ ആചാര്യനായ സിറാജുൽ ഇസ്ലാം പറഞ്ഞെന്താ അറിയോ? ഖുർആൻ ദുർവ്യാഖ്യാനിച്ചെന്ന് വായടപ്പം മറുപടി കണ്ട് കൊടുത്തിട്ട് ദുർവ്യാഖ്യാനിച്ചിട്ട് ഇല്ലാന്ന് പറയിപ്പിച്ച്. അതാണ് അള്ളാന്റെ കലാം ദുർവ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ സഹിക്കൂല. എന്താ നിങ്ങളെ പണ്ഡിതന്മാർ ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കാണി. ഞങ്ങൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ച് ഞങ്ങളുടെ വിശ്വാസം അഖീദയിൽ പിഴവുണ്ട് എന്ന് പറഞ്ഞു നോക്കാണി. ഞങ്ങൾക്ക് ഒരു ലെറ്ററും വേണ്ട, ഒരു ലെറ്ററും ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടൂല. ഞങ്ങളോട് ഒരു ലെറ്ററും ആവശ്യപ്പെടാതെ നിങ്ങൾ ആസ്ഥാന മന്ദിരത്തിൽ ഞങ്ങൾ വന്നിട്ട് നിങ്ങളെ പണ്ഡിതന്മാരോട് ചോദിക്കും, എവിടെയാണ് പേച്ചത്? അഖീദയിലുള്ള പേവാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് വിശ്വത്തിന്റെ അഖീദ പേച്ചതാണെന്നാ. ഞങ്ങൾ വെറുതെ പറയില്ല, വ്യക്തമായ തെളിവ് ഞങ്ങളെ കൈവശം ഉണ്ടായതുകൊണ്ടാ. അത് നടക്കരുത് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് വേണമെന്ന്. ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ ഒരു സംവാദം നടന്നിട്ടില്ല. ഒരു സംവാദം ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് കൊടുത്തിട്ട് നടന്നിട്ടില്ല. ജംഇയ്യത്തുൽ ഉലമ സംവാദം നടത്തേണ്ടത് തീരുമാനിക്കാനുള്ളതാണ് ജംഇയ്യത്തുൽ ഉലമ. ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം. ഈ ഫൈസൽ മുസ്ലിയാർ വിശ്വത്തിന്റെ നിങ്ങളുടെ നേതാവ് ഈ ഫൈസൽ മുസ്ലിയാർ പച്ചയായിട്ട് പറഞ്ഞ് കിട്ടൂലെന്ന് ഉറപ്പാണെന്ന്. ഉറപ്പുള്ള ഒരു കാര്യം എന്തിനാണ് ചോദിക്കുന്നത്? കിട്ടൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നടക്കരുത് എന്നുള്ള ആഗ്രഹമല്ലേ? ഒന്ന് തലയിൽ ഒന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദര. നിങ്ങളുടെ തല കൊണ്ടായിട്ട് ഈ മുസ്ലിയാരെ കാലിന്റെ ഫൈസൽ മുസ്ലിയാരെ കാലിന്റെ ചോട്ടിൽ പണയപ്പെടുത്തല്ലേ? നിങ്ങളോട് വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന. നിങ്ങൾക്ക് ഒന്നും നേടാനില്ലടോ ഈ ദുനിയാവിൽ. ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പഠിച്ച ഈ സത്യം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾ സമസ്തയായിട്ട് പിന്നെ സംവാദം നടത്തിയിട്ടില്ലേ? നടത്തിയിട്ടുണ്ട്. സമസ്തക്ക് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് കൊടുത്തിട്ടില്ലേ ഇതുവരെ? ഇതുവരെ സമസ്തക്ക് സംവാദത്തിന് വേണ്ടിയിട്ട് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ലെറ്ററും കൊടുത്തിട്ടില്ല. ഒരു ലെറ്റർ കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന ആൾക്കാരെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അതിനു വേണ്ടി ലെറ്റർ കൊടുത്തിട്ടുണ്ട്. സമസ്തയുമായി സംവാദം നടത്താൻ കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്റർ സമസ്ത ആവശ്യപ്പെട്ടിട്ടില്ല, സമസ്തക്ക് കൊടുത്തിട്ടില്ല, സമസ്തയോട് മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ആദർശം കയ്യിലുണ്ടെങ്കിൽ പറയുന്ന ആദർശം പ്രമാണബദ്ധിതമാണ് ഉണ്ടെങ്കിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഒരു ലെറ്ററിന്റെയും ആവശ്യമില്ല. നേർക്ക് നേരാണ്ടിരിക്കും. പറഞ്ഞത് ചെറിയ വിഷയമല്ല. എന്റെ ഉമ്മാനെ കുറിച്ചിട്ടോ എന്റെ ബാപ്പാനെ കുറിച്ചിട്ടോ അപരാധം പറഞ്ഞ ഒരു പക്ഷെ ഞാൻ സഹിക്കും, ക്ഷമിക്കും. പക്ഷെ എന്റെ അഖീദ പേച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പൊള്ളും. അത് ക്ഷമിക്കാൻ പറ്റില്ല. എവിടെ പേച്ചത് എന്ന് ചോദിച്ചിട്ട് അത് തിരുത്താൻ ഞാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അത് ഞാൻ പഠിച്ചത് യാഥാർത്ഥ്യമാണ് എങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. അത് രണ്ടും ഇല്ലടോ നിങ്ങളെ പണ്ഡിതന്മാര്, രണ്ടിനുമില്ല. നിങ്ങളെ പണ്ഡിതന്മാർക്കറിയാം വ്യക്തമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഈ തൗഹീദി പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയരങ്ങള് മനസ്സിലായില്ലേ? എവിടെ ചോദ്യങ്ങൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞോ?
ഇനിയിപ്പോ നിങ്ങൾ പറയും. ഞാൻ വിഷ്ടംകാരനൊന്നുമല്ല. ഞാൻ ഒറിജിനൽ സമസ്തക്കാരനാണ്, സുന്നിയാണ്. പക്ഷേ നിങ്ങളുടെ വിഷ്ടംകാരനാണെന്നാണ് പറഞ്ഞിട്ട് ടെലിഫോൺ ചെയ്തത് ശരിയാണ്. പക്ഷേ അത് നിങ്ങളൊന്ന് ഉരുട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ വിശദീകരണം ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ പിന്നെ നിങ്ങളോട് കുറെ ചൂടായതും നിങ്ങളുടെ ഭാഗത്ത് വിഷ്ടംകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായും തെറ്റാണ് എന്നൊരു ചിന്താഗതിയോടുകൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. ഞാൻ ഈ ചോദ്യത്തിലൊന്നും നിർത്താൻ വിചാരിച്ച ആളുമല്ല. ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഫോൺ ചെയ്തത്. പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ വളരെ നിഷ്ഫലമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. കാരണം KNM-കാരായ നിങ്ങൾ പറയാണ് സമസ്തക്കാരനായ എൻ്റെ അഖീദ തെറ്റാണ്, എൻ്റെ അഖീദ പേച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ നിങ്ങളെ വീട്ടിൻ്റെ കോനായിലുണ്ടാകും. എന്നിട്ട് ചോദിക്കും, അഖീദ പേച്ചതാണെന്ന് പറയാൻ നിങ്ങളെ കയ്യിലുള്ള തെളിവെന്ത് എന്ന് ഞാൻ ചോദിക്കും. എനിക്കതിനൊരു ലെറ്ററിൻ്റെ ആവശ്യമില്ല, എനിക്കൊന്നിൻ്റെയും ആവശ്യമില്ല. അതുപോലെ ഇവിടെ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് വിഷ്ടംകാരുടെ അഖീദയിൽ പേച്ചു എന്നാണ്. അപ്പോൾ തീർച്ചയായും അവര് നിങ്ങളുടെ മുജാഹിദ് സെന്ററിൽ, KNM സെന്ററിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോഴിക്കോട്. സുഹൃത്തെ, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം. നിങ്ങൾ ഈ ടെലിഫോൺ ചെയ്ത് പറയേണ്ട ആവശ്യം എന്തിനാ പിന്നെ? അല്ല, അത് പറയാൻ കാരണം പിന്നെ കോഴിക്കോട് CD സെന്ററിൽ പിന്നെ അവര് വന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കാൻ കാരണം വിഷ്ടംകാര് പിന്നെ കത്ത് ആവശ്യപ്പെട്ടു. വിഷ്ടംകാർക്ക് കത്ത് നിങ്ങൾ പിന്നെ സംവാദത്തിന് വെല്ലുവിളിക്കുകയും എന്നിട്ട് അവര് വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് വിഷ്ടംകാര് എന്ത് ചെയ്തു, നിങ്ങളോട് കത്ത് ആവശ്യപ്പെട്ടു. ആ കത്ത് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ കൊടുക്കാതെ ഉരുണ്ട് കളിക്കുകയാണ്. സംവാദത്തിന് നിങ്ങൾ തയ്യാറാവാതെ നിങ്ങൾ മാറി നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിക്കാൻ കാരണം. നിങ്ങൾ എന്തായാലും നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞത് ഞാൻ വിഷ്ടംകാരനാണെന്നല്ലേ? വിഷ്ടംകാരനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് എന്റെ ഉള്ളുകളിൽ എടുത്തിട്ട് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്തിനാ അതിൽ ഇടപെടുന്നത്? അല്ല, വിഷ്ടംകാരൻ എന്ന് പറഞ്ഞാലേ നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി തരൂ എന്നെനിക്കറിയാം. ഞാൻ സമസ്തക്കാരനാണെന്ന് പറഞ്ഞാല് നിങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾ നിങ്ങൾ എന്നോട് പറയൂല എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ വിഷ്ടംകാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും കാര്യം എന്നോട് പറഞ്ഞത്. പിന്നെ നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, അതായത് നിങ്ങളാണ് ഈ പിന്നെ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്, അവർ ലെറ്റർ ആവശ്യപ്പെട്ടിട്ടും നിങ്ങളാണ് സംവാദത്തിലേക്ക് വരാത്തത് എന്ന വിഷ്ടംകാരുടെ തെറ്റിദ്ധരിപ്പിക്കലിൽ ഞാൻ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉരുട്ടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ചെറിയ നിരക്കെങ്കിലും നിങ്ങളോട് ചൂടായത്. ഇതിനേക്കാളും നിങ്ങളുടെ ഭാഗത്ത് ശരിയല്ല എങ്കിൽ ചൂടാവണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പൊ ചൂടായതിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.